ഹലോ ഫ്രണ്ട്സ്, ഇതിപ്പോൾ ഞാൻ ലോക്ക്ഡൗൺ സമയത്ത് ചെയ്ത കുറച്ച് സാധനങ്ങളാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇതിപ്പോൾ പഴയൊരു കുപ്പിയിൽ ചെയ്തതാണ്. ചുമ്മാ വേറെ പണിയൊന്നും ഇല്ലല്ലോ ഇപ്പോൾ ആർക്കും ലോക്ക്ഡൗൺ ഒക്കെ ഉണ്ട്. കുപ്പിയിൽ കുറച്ച് മരമൊക്കെ വരച്ചതാണ് പെയിൻ്റ് അടിച്ചിട്ട്. ഇതപ്പം ഞാൻ ചെയ്തതാണ്. ഇതാണ് ആ സാധനം. വെട്ടിയിട്ടപ്പോൾ കുറച്ചുകൂടെ വ്യക്തമാകുന്നില്ലേ? ചുമ്മാ കുറച്ച് ശിഖരമൊക്കെ വരച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെയൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്കൊന്ന് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലിപ്പോൾ ഒരുപാട് വേസ്റ്റ് കുപ്പികളൊക്കെ കാണുമായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകുന്നത് പോലും അറിയാൻ കഴിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന്. അടുത്തതായിപ്പോൾ ഇത് പിസ്താഷ്യല്ലിൽ ഞാൻ ചെയ്തതാണ്. ഇതൊക്കെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. പിസ്താഷ്യല്ല് ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തതാണ്. ബലൂണ് പെരുക്കിയിട്ട് അതിൽ ന്യൂസ് പേപ്പറൊക്കെ ഒട്ടിച്ചിട്ട് കുറേ ചെയ്യണൊരു സാധനം. ഇവിടെ കുറേ പിസ്താഷ്യല്ല് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ചെയ്യാമെന്ന്. പിന്നെ ചാർട്ട് പേപ്പറിൽ കുറച്ച് പൂവൊക്കെ ഉണ്ടാക്കി ജസ്റ്റ് ഒന്ന് ഭംഗിയാക്കി. വഴിയിൽ കിടന്ന് കിട്ടിയ ഒരു ബിയർ ബോട്ടിൽ ചെയ്തതാണിത്. ബോട്ടിൽ മുട്ടത്തോടൊക്കെ ഒട്ടിച്ചിട്ട് ചെയ്തതാണിത്. ഇത് പിന്നെ കുറച്ച് മിനുക്ക് എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അതിൽ ഒരു കുഞ്ഞു ബോട്ടിൽ ചെയ്തതാണിത്. ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇത് പിന്നെ ക്യൂടെക്സിൻ്റെ കുപ്പിയാണ്. അപ്പോൾ തീർന്ന ക്യൂടെക്സ് കുപ്പിയിൽ ഞാൻ വിചാരിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിക്കാം. നമ്മളിതൊക്കെ ഇപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വെറുതെ കളയില്ലേ. അപ്പോൾ കളയുന്നതിനെക്കാട്ടി ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ ഭംഗിയായിട്ട് വെക്കാനൊക്കെ സാധിക്കില്ലേ. ഇതല്ലാതെ അങ്ങനെ ഞാൻ ചെയ്തതാണ്. ഇത് ചുമ്മാ പേപ്പറിൽ പടം വരച്ചത്. ഇപ്പോൾ കുറച്ച് ദിവസമൊക്കെ ഞാൻ വീഡിയോ ഇടാതിരുന്നതിൻ്റെ കാരണം ഇപ്പോൾ ഇതാണ്. കുറേ ദിവസമായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇടാമെന്ന്. ഇത് ഞാൻ പിന്നെ ന്യൂസ് പേപ്പറിൽ ചെയ്തതാണ്. ന്യൂസ് പേപ്പർ റോൾ ചെയ്തിട്ട് അതിൽ ചെയ്തതാണിത്. ഇത് പിന്നെ പഴയ തീർന്ന കുപ്പിയുടെ ബോട്ടിൽ ആ സാധനമൊക്കെ അത് കുപ്പിയുടെ നമ്മൾ റീഫില്ലറില്ലേ അതിൻ്റെ ആ സാധനമൊക്കെ വെച്ച് കൊഴുത്തുലൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തതാണ്. ഇതൊക്കെ എൻ്റെ റൂമിൽ ഒട്ടിച്ചിരിക്കുന്നതാണ്. ഓരോ സമയത്തായിട്ട് ചെയ്ത സാധനങ്ങൾ പിസ്താഷ്യല്ല് ഉപയോഗിച്ചിട്ട് ചെയ്തതാണ് ഇത്. ഇത് പിന്നെ പഴയ ജീൻസ് കുഞ്ഞു ഇല പോലെ വെട്ടിയിട്ട് അതിൽ ചെയ്തതാണ്. അതിൽ ചെയ്തിട്ട് ഒരു കാർഡ്ബോർഡ് പെട്ടിയിൽ ഒട്ടിച്ചത്. ഇതൊക്കെയായിരുന്നു എൻ്റെ ലോക്ക്ഡൗൺ പരിപാടികൾ. അപ്പോൾ നിങ്ങളിതെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്തൊക്കെ ലോക്ക്ഡൗണിൽ ചെയ്തു എന്ന കാര്യം കൂടെ എന്നെ ഒന്ന് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.